സ്വയംവരം സ്വയംവരം സ്വയംവരത്തിൻ്റെ മറ്റൊരു ബ്യൂട്ടിഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഡോക്ടർ ശംഭു ആൻഡ് അപർണ ഇവരുടെ കല്യാണ വിശേഷങ്ങളാണ്. ശരിക്കും ഇവരുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ്, എന്നാലും ഇവർ തമ്മിൽ എന്തൊരു നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ. ഇവർ ചിന്തിക്കുന്ന രീതി, ഇവരുടെ വേവ് ലെങ്ത്, മൈൻഡ് സെറ്റ് എല്ലാം ഒരേപോലെയാണ്. ഇനിയും അവരുടെ ഒരുപാട് വിശേഷങ്ങൾ അറിയാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്. സ്വയംവരം സ്വയംവരം. കല്യാണത്തിൻ്റെ തലേ ദിവസം അപർണയുടെ വീട്ടിൽ വെച്ച് ഒരു ഹൽദി ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ശംഭു ചങ്ങനാശ്ശേരിക്കാരനായതുകൊണ്ട് കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ അവരും തൃശ്ശൂർ വന്നെത്തിയിട്ടുണ്ടായിരുന്നു. സോ ജോയിൻ്റ് ആയിട്ട് രണ്ട് ഫാമിലീസും കൂടെ ചേർന്നാണ് ഇവരുടെ ഹൽദി ഫംഗ്ഷൻ സെലിബ്രേറ്റ് ചെയ്തത്. അന്നും ഒരുപാട് ആഘോഷങ്ങളും a lot of good moments ഉണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകൾ കാണാം. കല്യാണം തൃശ്ശൂർ വെച്ചിട്ടുണ്ടായിരുന്നു. താലികെട്ട് തിരുവമ്പാടി അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. ബാക്കിയെല്ലാം കസ്തൂർബ ഓഡിറ്റോറിയം. ഇങ്ങനെ ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു അമ്പലത്തിൽ വെച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിരുവമ്പാടി. അവിടെ വെച്ച് താലി കെട്ടി, പിന്നെ കൗസ്തുഭത്തിൽ വിട്ട് അവിടെയായിരുന്നു ബാക്കി. പിന്നെ മറ്റേ ഇവന്റ് ചെയ്തത് ഞങ്ങൾ കുറച്ച് ഇതായിട്ട് ചെയ്തു. ദേവി ഡെക്കറേഷൻസ് ആയിരുന്നു, തൃശ്ശൂരിലുള്ള ദേവി ഡെക്കറേഷൻസാണ് ചെയ്തത്. അവര് റിസപ്ഷൻ ഉണ്ടായിരുന്നു. 2 days കഴിഞ്ഞിട്ടായിരുന്നു, ചങ്ങനാശ്ശേരി വെച്ചിട്ടായിരുന്നു റിസപ്ഷൻ. അവരായിരുന്നു ഇവന്റ് ഇതൊക്കെ, ഐ മീൻ ഇത് ചെയ്തത്, ഓഡിറ്റോറിയത്തിലെ കാര്യങ്ങളൊക്കെ. ബാക്കി ഫോട്ടോഗ്രാഫി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. ക്യാമറ ഫോട്ടോഗ്രാഫി ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആക്ച്വലി ചിലർക്ക് കറക്റ്റ് ഐഡിയ ഉണ്ട്, എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ വേണം ഡെക്കറേഷൻ, ഇന്നത് വേണം കളേഴ്സ് എന്നൊക്കെ. സോ നിങ്ങൾ എങ്ങനെയായിരുന്നു അത് പ്ലാൻ ചെയ്തത്? പേരൻസിന് വിറ്റ് കൊടുക്കുമായിരുന്നോ, അത് നിങ്ങളുടേതായ എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടായിരുന്നോ നിങ്ങളുടെ കല്യാണത്തിന്റെ എല്ലാം? പിന്നെ ഞങ്ങള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചാ ചെയ്തത്, കമ്പൈൻ ആയിട്ടാ ചെയ്തത്. റിസപ്ഷനും എല്ലാം ഒന്നിച്ചാ ചെയ്തത്. പിന്നെ എനിക്ക് ഇതുണ്ടായിരുന്നു, സാരി റെഡ് വേണ്ട, ഗ്രീൻ കളറായിരുന്നു. ഞാനിട്ടതൊരു ജുബ്ബ മോഡലായിരുന്നു, ക്രീം കളർ. വലിയൊരു സെറ്റ് പോലെ ആയിരുന്നു. എനിക്ക് ശരിക്കും ഓഡിറ്റോറിയത്തിന്റെ കല്യാണത്തിന്റെ മണ്ഡപം ശരിക്കും ഇംപ്രസീവ് ആയിരുന്നു. ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഭയങ്കര നന്നായി ചെയ്തിരുന്നു. അത് നിങ്ങളുടേതായ ഐഡിയാസ് പറയായിരുന്നു, അത് അവര് തന്നെ അവര് കുറെ കൊണ്ടുവരും, കുറെ മോഡൽസ് കൊണ്ടുവരും സ്റ്റേജിന്റെ ആണെങ്കിൽ. പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തു. പിന്നെ ബ്രൈഡ് ഞാൻ വന്നപ്പോൾ സ്പോട്ട് ലൈറ്റ് പോലിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി. അങ്ങനെ ബ്രൈഡ് എൻട്രി ചെയ്യുമ്പോൾ നല്ലൊരു പാട്ടൊക്കെ വെച്ചു. പിന്നെ ആള് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ അന്നത്തെ ദിവസം ഇവരുടെ ഫാമിലി സ്വീകരിക്കുമല്ലോ. സോ അന്ന് ശരിക്കും സ്പോട്ട് ലൈറ്റ് ഫുൾ എല്ലാരും ചേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കേറി വരുമല്ലോ, അപ്പൊ ചെറിയൊരു കൊടയൊക്കെ ആയിട്ട് മുന്നിൽ ഓഡിറ്റോറിയം വരെ സ്റ്റേജിന് അവിടെ വരെ കൊണ്ടുവന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. ഉണ്ടായിരുന്നു. കാരണം എല്ലാവരുടെയും നമ്മുടെ ഹൈലൈറ്റ്, നമ്മൾ സ്പോട്ട് ലൈറ്റ് നമ്മളിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ടൈമിൽ അതുപോലെ തന്നെ ഇപ്പൊ അപർണനെ ആണെങ്കിലും ഒന്നാമത് മോഡേൺ ഡ്രസ് ഒക്കെ ഇടാനുള്ള ഇഷ്ടമുള്ള കുട്ടിയാണ്, ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അന്നത്തെ ദിവസം വരുന്നത് ഒരു വേറെ ഒരു ട്രഡീഷണൽ അല്ലെ, ഭയങ്കര ഒരു ഡിഫറെന്റ് ലുക്കിലായിരുന്നു. സോ ആദ്യമായിട്ട് അന്നത്തെ ദിവസം അപർണ ഇങ്ങനെ എൻട്രി ചെയ്ത് വരുമ്പോ എന്തായിരുന്നു കണ്ടപ്പോ തോന്നിയത്? സുന്ദരിയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. 2 ഡ്രസ്സും ചേരുമെന്ന് മനസ്സിലായപ്പോ അത് ചേരും. ശംഭുവിനെയും ആദ്യമായിട്ട് നമ്മൾ കാണുമ്പോ യൂഷ്വലി കാഷ്വൽ ഉണ്ടായിരുന്നില്ലായിരിക്കും. അന്നത്തെ ദിവസം കല്യാണ ചെക്കനൊക്കെ ആയിട്ട് ഡ്രസ് ചെയ്ത് വന്നു. വന്നപ്പോ ചിരി വന്നു. നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിന്റെ ഒരു
ആണുങ്ങൾ അധികം മേക്കപ്പ് ചെയ്യത്തില്ലല്ലോ. അല്ല മൊത്തം എല്ലാവരും ഇങ്ങനെ ആ ഒരു അറ്റ്മോസ്ഫിയറുടെ. യൂഷ്വലി പെണ്ണുങ്ങൾക്ക് മേക്കപ്പും ഹെയർ എന്നൊക്കെ പറഞ്ഞാൽ കല്യാണത്തിന് അത് മസ്റ്റ് ആണ്. ആണുങ്ങൾ ഇപ്പൊ കുറെ ആൾക്കാർ എഫേർട്ട് എടുക്കുന്നുണ്ട്, കാരണം നല്ല ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ വരുമ്പം എന്നും നമ്മളിത് കാണണ്ടേന്ന് ഓർത്തിട്ട്. സോ ശംഭു എന്തായിരുന്നു മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കും, ചെയ്തിട്ടില്ല കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്തിരുന്നോ? ഇപ്പൊ ചിലര് വണ്ണം കുറയ്ക്കും, അല്ലെങ്കിൽ ചിലര് വെയിലത്തൊക്കെ പോവാണ്ട് ഉള്ളിലിരുന്ന് സ്കിന്നൊക്കെ സൂക്ഷിക്കും, അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള, അല്ലെങ്കിൽ ചിലര് ആൾക്കാർ റീഡിങ് ചെയ്യും, കാരണം എങ്ങനെയാണ് നല്ലൊരു ഹസ്ബൻഡ് ആവേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ ശംഭു എന്താണ് കല്യാണത്തിന് വേണ്ടി ചെയ്തത്? പ്രീ പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു, വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിലായിരുന്നു ഞാൻ. ഡോക്ടർ ശംഭു ആൻഡ് അപർണ ഇവരുടെ കല്യാണം നടന്നത് തൃശ്ശൂർ വെച്ചായിരുന്നു. താലികെട്ട് നടന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള തിരുവമ്പാടി ക്ഷേത്രത്തിൽ വെച്ചും അതിനുശേഷമുള്ള പരിപാടികൾ നടന്നത് അവിടെ തന്നെ കൗസ്തുഭം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. സോ അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. റിസപ്ഷൻ ഉണ്ടായിരുന്നു, അതിനെന്തായിരുന്നു നിങ്ങളുടെ ലുക്ക്? ഞാൻ ഷൂട്ട് തന്നെയായിരുന്നു, ഫോർമൽ ലുക്ക്. ഞാൻ ലെഹങ്ക ആയിരുന്നു. അതൊക്കെ ജയലക്ഷ്മി, എറണാകുളം ജയലക്ഷ്മി. എല്ലാം നിങ്ങൾ ഒറ്റ സ്ഥലത്ത്? അതെ, തൃശ്ശൂർ ജയലക്ഷ്മി ആയിരുന്നു, ഞാൻ നിങ്ങൾ എറണാകുളത്ത്. അതിനുള്ള മേക്കപ്പും ഹെയറും അത് അവിടുന്ന് തന്നെയാ ചെയ്തത്. കലൂണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു പാർലറായിരുന്നു. മൊത്തത്തില് ഇഷ്ടം മോഡേണും നാടനും എല്ലാം ചേരില്ലേ? അത് മാറി, അത് ഞാൻ പറയാൻ വിട്ടു. അത് അവിടെ ഇവിടുത്തെ ഒരു ആചാരമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഗ്രീൻ സാരി, അത് കഴിഞ്ഞ് പിന്നെ അവരെന്നെ കൊണ്ടുവരുന്ന ഒരു സെറ്റ് സാരി അത് വിട്ടു. അതിട്ട് കുറച്ച് സമയം നിന്ന് പിന്നെ അതിനുശേഷം അവർ തന്ന വേറെ സാരി ഉണ്ടാവുമല്ലോ, അതിട്ടിട്ടാണ്. അറിയാം, പക്ഷെ അത്ര പെർഫെക്ഷൻ ഒന്നും വരില്ല എന്നാലും. അപ്പൊ അതിട്ടിട്ടാണ് അവരുടെ വീട്ടിൽ കയറിയത്.
ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അതാണ് ചെയ്തത്. ക്യാമറൻ ഫോട്ടോഗ്രാഫി. ഓക്കെ. സോ ആലുവയുള്ള ആളായിരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? അല്ല, ഞങ്ങൾ ഒരുപാട് നോക്കിയായിരുന്നു. ഞങ്ങൾ അവസാനം നോക്കിയപ്പോൾ ക്യാമറ പാക്കേജിനും പറ്റിയ എല്ലാം കൊണ്ടും നല്ലൊരു അവരുടെ ഫോട്ടോസ് നേരത്തെ നോക്കിയപ്പോഴാണെങ്കിൽ പോലും നല്ല ക്യാപ്ചറിങ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും തോന്നി പാക്കേജ് വൈസ് ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് ചെയ്തത്. ബ്രൈഡ് ആൻഡ് ഗ്രൂം ഒരുമിച്ചുള്ള പാക്കേജും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എല്ലാം കൂടെ നല്ലൊരു പാക്കേജ് കിട്ടി. ഞങ്ങൾ അതിനെ സെലക്ട് ചെയ്യാം. പ്രീ വെഡിങ് ചെയ്തില്ല, പോസ്റ്റ് വെഡിങ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് വെഡിങ് ഷൂട്ട് ആതിരപ്പള്ളി വെച്ചിട്ടായിരുന്നു. ആതിരപ്പള്ളി പോയിട്ട് അവർ നല്ല ആൾക്കാരാണ്, നല്ലതായിട്ട് എടുക്കാൻ അറിയാം. നേരത്തെ കണ്ട വീഡിയോസ് കണ്ടപ്പോഴാണെങ്കിൽ പോലും മനസ്സിലായത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ നിന്നു ഓരോരോ ഫിലിം പോലെ തന്നെ എടുത്തിട്ടുണ്ട്. ആതിരപ്പള്ളി എടുത്തതിന് ശേഷം ഇവിടെ എറണാകുളം എക്കോ ടൂറിസത്തിന് എടുത്തു. കടപ്രയാർ എക്കോ ടൂറിസം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അവർ ചെറിയൊരു കൺസെപ്റ്റ് പോലെ കൊണ്ടുവന്നിട്ട്. ഡോക്ടർ നല്ലൊരു ആക്ടറാണോ? ഒരിക്കലും അല്ല. ഞങ്ങള് ഇവൾക്കറിയാം ഞാൻ അത്ര മോശമല്ല. ഡബ് സ്മാഷ് ഒക്കെ ചെയ്യാറുണ്ട്, നന്നായി ചെയ്യും. അറിയോ? അത് വേണ്ട. ഡോക്ടർ കലാകാരനും കൂടെ ഇവിടെയാണ് അല്ലേ? പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു? ബിക്കോസ് ക്യാമറയുടെ മുമ്പില് എസ്പെഷ്യലി കല്യാണ സമയത്ത് ഒരു മിക്സ്ഡ് ആണ്. കാരണം ഒന്നും ഒരു ഹാപ്പി മൊമെന്റ് ആണ്, ചില ആൾക്കാർ ഭയങ്കര കോൺഷ്യസ് ആണ്. മൊത്തത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? കംഫർട്ടബിൾ ആയിരുന്നു. കംഫർട്ടബിൾ ആകുമ്പോഴും ഇവിടെ എന്നെ കൂടുതൽ കംഫർട്ടബിൾ ആക്കിയെന്ന് വേണം പറയാൻ. കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ഉണ്ടാവുമല്ലോ, പക്ഷെ പിന്നെ കുഴപ്പമില്ല. അപർണ ശംഭു നമ്മുടെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കപ്പിൾസ് ആണ്. വളരെ ക്വാളിറ്റിയോട് കൂടിയാണ് ഞങ്ങൾക്ക് അവരുടെ ആ ഒരു ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മളതിൻ്റെ അകത്ത് വെഡിങ്ങിനായാലും വെഡിങ്ങിന് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ കാനോൻ്റെ 1DX Mark II എന്ന് പറയുന്ന ക്യാമറയാണ്. അതുപോലെ തന്നെ വീഡിയോയ്ക്കായാലും വെഡിങ്ങിൻ്റെ വീഡിയോയ്ക്ക് കാനോൺ 5D Mark IV, അതുപോലെ തന്നെ വീഡിയോസിനായാലും റിസപ്ഷൻ്റെ വീഡിയോസിനാണെങ്കിൽ സോണി A9 ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നത്. സംസാരിക്കുമ്പം ഭയങ്കര ഒരു എന്താ പറയുക, ആ ഒരു കണക്ഷൻ എല്ലാ രീതിയിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഏതായാലും നല്ലൊരു അറേഞ്ച് മാരേജ് ആണെങ്കിലും നല്ലൊരു ലൈഫ് പാർട്ട്ണറാണ് നിങ്ങൾ രണ്ടുപേരും ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കൺഗ്രാറ്റുലേഷൻസ്, ഹാപ്പി മാരേജ് ലൈഫ്. ഒരു ചെറിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഞങ്ങളുടെ വക. ഞങ്ങൾ തന്നെ ഇതുവരെ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, അമ്പലത്തിൽ വെച്ച് ഞാൻ കൊള്ളായിരുന്നു. ഏതായാലും നിങ്ങൾ മിസ് ചെയ്ത ഒരു മൊമെന്റ് അല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ? തീർച്ചയായിട്ടും പറഞ്ഞതേ ഉള്ളൂ. സോ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും. അതെ, ഇത് സ്പോൺസർ ചെയ്തേക്കുന്ന ഇൻഡോട്ട് പ്രിന്റേഴ്സ് ആണ്. വളരെ സ്പെഷ്യൽ ആയിട്ട് ഇത് 3D എംബോസിംഗ് വർക്ക് ഒക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. റിയലി ബ്യൂട്ടിഫുൾ. ഇവരുടെ സന്തോഷം കാണുമ്പോഴാണ് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. അവര് മിസ് ചെയ്ത ഒരു മൊമെന്റ് ആണ്. ഓഫ് കോഴ്സ് സ്റ്റേജിലുള്ളത് അവരെടുക്കാൻ പറ്റിയില്ല എന്നറിയാം. ശമ്പളത്തിൽ കിട്ടിയേക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ക്യാപ്ചർ ചെയ്ത് ഞങ്ങൾ കൊടുത്തേക്കാണ്. സോ എനിവേ, കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ടു ബോത്ത് ഓഫ് യു. ഇതുപോലെ മറ്റൊരു വണ്ടർഫുൾ കപ്പിളുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. Till we meet again, this is Rose and Jolly signing off.